ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാരൂസ് എഡു ടിപ്സ്. PSC നടത്തിയ മറ്റൊരു 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കാം. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ ഏതു ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം? ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ ഏതു ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം? ഓപ്ഷൻ എ തെക്ക്, ഓപ്ഷൻ ബി വടക്ക്, ഓപ്ഷൻ സി പടിഞ്ഞാറ്, ഓപ്ഷൻ ഡി കിഴക്ക്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ തെക്ക്. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണ് ഉള്ളത്? ഓപ്ഷൻ എ 20, ഓപ്ഷൻ ബി 25, ഓപ്ഷൻ സി 30, ഓപ്ഷൻ ഡി 35. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി 30. അടുത്ത ക്വസ്റ്റ്യൻ: ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ഓപ്ഷൻ എ വൃത്തം, ഓപ്ഷൻ ബി സമചതുരം, ഓപ്ഷൻ സി അർദ്ധവൃത്തം, ഓപ്ഷൻ ഡി ത്രികോണം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ത്രികോണം. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം? ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം. ഓപ്ഷൻ എ വടക്കേ ഇന്ത്യൻ സമതലങ്ങൾ, ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമി, ഓപ്ഷൻ സി തീരസമതലങ്ങൾ, ഓപ്ഷൻ ഡി വടക്ക് പടിഞ്ഞാറൻ പർവ്വത പ്രദേശം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമി. അടുത്ത ക്വസ്റ്റ്യൻ: അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി? അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി. ഓപ്ഷൻ എ താപ്തി, ഓപ്ഷൻ ബി സിന്ധു, ഓപ്ഷൻ സി പെരിയാർ, ഓപ്ഷൻ ഡി ഗംഗ. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ഗംഗ. അടുത്ത ക്വസ്റ്റ്യൻ: ഏഴാച്ചേരി രാമചന്ദ്രന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കവിതാ സമാഹാരം? ഏഴാച്ചേരി രാമചന്ദ്രന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കവിതാ സമാഹാരം. ഓപ്ഷൻ എ നിരീശ്വരൻ, ഓപ്ഷൻ ബി ഉഷ്ണരാശി, ഓപ്ഷൻ സി ചാരുലത, ഓപ്ഷൻ ഡി ഒരു വെർജീനിയൻ വെയിൽക്കാലം. ഇതിൻ്റെ ആൻസർ ഒരു വെർജീനിയൻ വെയിൽക്കാലം. ഏഴാച്ചേരി രാമചന്ദ്രന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കവിതാ സമാഹാരമാണ് ഒരു വെർജീനിയൻ വെയിൽക്കാലം. അടുത്ത ക്വസ്റ്റ്യൻ: സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം? സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം. ഓപ്ഷൻ എ അറ്റോക്ക്, ഓപ്ഷൻ ബി താങ്, ഓപ്ഷൻ സി ചില്ലാർ, ഓപ്ഷൻ ഡി താന്തി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ചില്ലാർ. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗമാണ് ചില്ലാർ. അടുത്ത ക്വസ്റ്റ്യൻ: ഇടിമിന്നലോടുകൂടി സാധാരണമായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇടിമിന്നലോടുകൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ ശൈല്യവൃഷ്ടി, ഓപ്ഷൻ ബി ആലിപ്പഴ മഴ, ഓപ്ഷൻ സി ഉച്ചലിത വൃഷ്ടി, ഓപ്ഷൻ ഡി സംവഹന വൃഷ്ടി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഉച്ചലിത വൃഷ്ടി. ഇടിമിന്നലോടുകൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉച്ചലിത വൃഷ്ടി. അടുത്ത ക്വസ്റ്റ്യൻ: ഉത്തരേന്ത്യൻ സമതലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ്? ഉത്തരേന്ത്യൻ സമതലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ്. ഓപ്ഷൻ എ മാംഗോ ഷവർ, ഓപ്ഷൻ ബി കാൽവൈശാഖി, ഓപ്ഷൻ സി ലൂ, ഓപ്ഷൻ ഡി ചിനൂക്ക്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ലൂ. ഉത്തരേന്ത്യൻ സമതലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ. അടുത്ത ക്വസ്റ്റ്യൻ: ജിം കോർബറ്റ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? ജിം കോർബറ്റ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ ഉത്തരാഖണ്ഡ്, ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്, ഓപ്ഷൻ സി ബീഹാർ, ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഉത്തരാഖണ്ഡ്. ജിം കോർബറ്റ് ദേശീയോദ്യാനം ഉത്തരാഖണ്ഡിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ മധ്യപ്രദേശ്, ഓപ്ഷൻ ബി ജാർഖണ്ഡ്, ഓപ്ഷൻ സി ഛത്തീസ്ഗഡ്, ഓപ്ഷൻ ഡി അസം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ മധ്യപ്രദേശ്. ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ: ജമ്മുവിലെ ചരിത്ര പ്രസിദ്ധമായ സിറ്റി ചൗക്കിൻ്റെ പുതിയ പേര്?
ഓപ്ഷൻ എ ഭഗത് സിംഗ് ചൗക്ക്, ഓപ്ഷൻ ബി ചാന്ദിനി ചൗക്ക്, ഓപ്ഷൻ സി ആസാദ് ചൗക്ക്, ഓപ്ഷൻ ഡി ഭാരത് മാത് ചൗക്ക്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഭാരത് മാത് ചൗക്ക്. ജമ്മുവിലെ ചരിത്രപ്രസിദ്ധമായ സിറ്റി ചൗക്കിൻ്റെ പുതിയ പേരാണ് ഭാരത് മാത് ചൗക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ആദ്യ യോഗ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ആദ്യ യോഗ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ എ ന്യൂയോർക്ക്, ഓപ്ഷൻ ബി ചിക്കാഗോ, ഓപ്ഷൻ സി ലാസ് വേഗാസ്, ഓപ്ഷൻ ഡി ലോസ് ഏഞ്ചൽസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ലോസ് ഏഞ്ചൽസ്. ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ആദ്യ യോഗ സർവകലാശാലയാണ് ലോസ് ഏഞ്ചൽസ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോക ഭാഷകളെ പറ്റിയുള്ള പുതിയ കണക്കുകൾ പ്രസിദ്ധീകരിച്ച എത്നോലോഗ് പ്രകാരം ലോകത്ത് ഏറ്റവുമധികം ജനങ്ങൾ സംസാരിക്കുന്ന മൂന്നാമത്തെ ഭാഷ. ഓപ്ഷൻ എ പഞ്ചാബി, ഓപ്ഷൻ ബി തെലുങ്ക്, ഓപ്ഷൻ സി ഹിന്ദി, ഓപ്ഷൻ ഡി ബംഗാളി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഹിന്ദി. അടുത്ത ക്വസ്റ്റ്യൻ, ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം. ഓപ്ഷൻ എ ശാന്തിവനം, ഓപ്ഷൻ ബി ശക്തിസ്ഥൽ, ഓപ്ഷൻ സി നാരായൺ ഘട്ട്, ഓപ്ഷൻ ഡി ഏകതാ സ്ഥൽ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ശാന്തിവനം. ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ശാന്തിവനം. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത്. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത്. ഓപ്ഷൻ എ ബി ആർ അംബേദ്കർ, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി മഹാത്മാഗാന്ധി, ഓപ്ഷൻ ഡി ബി എൻ റാവു. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. അടുത്ത ക്വസ്റ്റ്യൻ, നീലം കലാപം നടന്നത് ഏത് സംസ്ഥാനത്താണ്. നീലം കലാപം നടന്നത് ഏത് സംസ്ഥാനത്താണ്. ഓപ്ഷൻ എ ബംഗാൾ, ഓപ്ഷൻ ബി ബീഹാർ, ഓപ്ഷൻ സി ഒഡീഷ, ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ബംഗാൾ. നീലം കലാപം നടന്നത് ബംഗാളിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പ്രസിഡന്റ് പദത്തിലെത്തും മുൻപ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ചിരുന്ന പദവി. ഓപ്ഷൻ എ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ, ഓപ്ഷൻ ബി ഉപരാഷ്ട്രപതി, ഓപ്ഷൻ സി സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി സ്പീക്കർ, ഓപ്ഷൻ ഡി ഉപപ്രധാനമന്ത്രി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഇന്ത്യൻ പ്രസിഡന്റ് പദത്തിലെത്തും മുൻപ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ചിരുന്ന പദവിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി. ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ ബി ഡോക്ടർ സക്കീർ ഹുസൈൻ, ഓപ്ഷൻ സി വി വി ഗിരി, ഓപ്ഷൻ ഡി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്ക്. ഓപ്ഷൻ എ രാഷ്ട്രപതി, ഓപ്ഷൻ ബി ലോക്സഭാ സ്പീക്കർ, ഓപ്ഷൻ സി ഉപരാഷ്ട്രപതി, ഓപ്ഷൻ ഡി പ്രധാനമന്ത്രി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ രാഷ്ട്രപതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം. ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബി കൊൽക്കത്ത, ഓപ്ഷൻ സി ഹൈദരാബാദ്, ഓപ്ഷൻ ഡി ന്യൂഡൽഹി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ന്യൂഡൽഹി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനമാണ് ന്യൂഡൽഹി. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത്. 1996 സെപ്റ്റംബർ 15, 1992 ജനുവരി 30, 1998 ഡിസംബർ 11, 1993 ഒക്ടോബർ 12. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 1993 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12-നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ഓപ്ഷൻ എ ജസ്റ്റിസ് എസ് രാജേന്ദ്ര ബാബു, ഓപ്ഷൻ ബി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ, ഓപ്ഷൻ സി ജസ്റ്റിസ് രംഗനാഥ മിശ്ര, ഓപ്ഷൻ ഡി ജസ്റ്റിസ് ജെ എസ് വർമ്മ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര.
അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? ഓപ്ഷൻ എ ലോക്സഭാ സ്പീക്കർ, ഓപ്ഷൻ ബി കേന്ദ്ര സർക്കാരിന്, ഓപ്ഷൻ സി രാഷ്ട്രപതിക്ക്, ഓപ്ഷൻ ഡി പ്രധാനമന്ത്രിക്ക്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി കേന്ദ്ര സർക്കാരിന്. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് കേന്ദ്ര സർക്കാരിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുമായി വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി. ഇന്ത്യയുമായി വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി. ഓപ്ഷൻ എ ബ്രിട്ടീഷുകാർ, ഓപ്ഷൻ ബി പോർച്ചുഗീസുകാർ, ഓപ്ഷൻ സി ഫ്രഞ്ചുകാർ, ഓപ്ഷൻ ഡി ഡച്ചുകാർ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി പോർച്ചുഗീസുകാർ. ഇന്ത്യയുമായി വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു? ഓപ്ഷൻ എ 1857, ഓപ്ഷൻ ബി 1858, ഓപ്ഷൻ സി 1859, ഓപ്ഷൻ ഡി 1860. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 1858. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു? ഓപ്ഷൻ ബി 1858. അടുത്ത ക്വസ്റ്റ്യൻ, ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ. ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ. ഓപ്ഷൻ എ വില്യം ബെൻഡിക്, ഓപ്ഷൻ ബി ഡൽഹൌസി, ഓപ്ഷൻ സി വാറൻ ഹേസ്റ്റിംഗ്, ഓപ്ഷൻ ഡി വെല്ലസ്ലി. ഉത്തരം ഓപ്ഷൻ സി വാറൻ ഹേസ്റ്റിങ്സ്. ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ആധുനിക ഭാരതത്തിൻ്റെ നവോത്ഥാന നായകനെന്ന് അറിയപ്പെടുന്നത് ആര്? ആധുനിക ഭാരതത്തിൻ്റെ നവോത്ഥാന നായകനെന്ന് അറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്, ഓപ്ഷൻ ബി രവീന്ദ്രനാഥ ടാഗോർ, ഓപ്ഷൻ സി ഡോക്ടർ BR അംബേദ്കർ, ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രബോസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്. ആധുനിക ഭാരതത്തിൻ്റെ നവോത്ഥാന നായകനെന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആര്? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആര്? ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്, ഓപ്ഷൻ ബി രവീന്ദ്രനാഥ ടാഗോർ, ഓപ്ഷൻ സി ഡോക്ടർ BR അംബേദ്കർ, ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രബോസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ മഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഇന്ത്യയുടെ മഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഓപ്ഷൻ എ മൗലിക ചുമതലകൾ, ഓപ്ഷൻ ബി മൗലിക അവകാശങ്ങൾ, ഓപ്ഷൻ സി നിർദ്ദേശക തത്വങ്ങൾ, ഓപ്ഷൻ ഡി നിയമവാഴ്ച. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി മൗലിക അവകാശങ്ങൾ. ഇന്ത്യയുടെ മഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് മൗലിക അവകാശങ്ങളെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ എ നിർദ്ദേശക തത്വങ്ങൾ, ഓപ്ഷൻ ബി മൗലിക ചുമതലകൾ, ഓപ്ഷൻ സി ഭരണഘടനയുടെ ആമുഖം, ഓപ്ഷൻ ഡി മൗലിക അവകാശങ്ങൾ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി മൗലിക അവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ ഭരണഘടന അനുസരിച്ച് ഡാഷ് ആണ്. ഓപ്ഷൻ എ മൗലികാവകാശം, ഓപ്ഷൻ ബി മൗലിക സ്വാതന്ത്ര്യം, ഓപ്ഷൻ സി നിയമം മൂലം നിർബന്ധിതമായ കടമ, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ഇതിൻ്റെ ആൻസർ ഇതൊന്നുമല്ല എന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ്. ഓപ്ഷൻ എ അനുച്ഛേദം 9, ഓപ്ഷൻ ബി അനുച്ഛേദം 13, ഓപ്ഷൻ സി അനുച്ഛേദം 15, ഓപ്ഷൻ ഡി അനുച്ഛേദം 19. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി അനുച്ഛേദം 15. മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 15. അടുത്ത ക്വസ്റ്റ്യൻ, പൗരന്മാരുടെ മൗലികാവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ്? പൗരന്മാരുടെ മൗലികാവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ എ സുപ്രീം കോടതി, ഓപ്ഷൻ ബി പ്രധാനമന്ത്രി, ഓപ്ഷൻ സി രാഷ്ട്രപതി, ഓപ്ഷൻ ഡി പാർലമെൻറ്റ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി പാർലമെൻറ്റ്. പൗരന്മാരുടെ മൗലികാവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം പാർലമെൻറ്റിനാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം. മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം. ഓപ്ഷൻ എ കശുവണ്ടി, ഓപ്ഷൻ ബി കയർ, ഓപ്ഷൻ സി തടി, ഓപ്ഷൻ ഡി കൈത്തറി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി കൈത്തറി. മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായമാണ് കൈത്തറി. അടുത്ത ക്വസ്റ്റ്യൻ, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ്? സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ്? ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബി പനാജി, ഓപ്ഷൻ സി കൊച്ചി, ഓപ്ഷൻ ഡി വിശാഖപട്ടണം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി കൊച്ചി. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പള്ളിവാസൽ പദ്ധതി ഏത് നദിയിൽ? പള്ളിവാസൽ പദ്ധതി ഏത് നദിയിൽ? ഓപ്ഷൻ എ ചാലിയാർ, ഓപ്ഷൻ ബി ചാലക്കുടിപ്പുഴ, ഓപ്ഷൻ സി മുതിരമ്പുഴ, ഓപ്ഷൻ ഡി പമ്പ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി മുതിരപ്പുഴ. പള്ളിവാസൽ പദ്ധതി മുതിരപ്പുഴ നദിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം 1972, 1976, 1970, 1984. ഇതിൻ്റെ ആൻസർ 1972. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷമാണ് 1972. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 744 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ഫറോക്ക് പാലക്കാട്, കോഴിക്കോട് മൈസൂർ, തിരുമംഗലം കൊല്ലം, ഡിണ്ടിഗൽ കൊട്ടാരക്കര. ഇതിൻ്റെ ആൻസർ തിരുമംഗലം കൊല്ലം. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത 744 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് തിരുമംഗലം, കൊല്ലം. അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1691, 1697, 1695, 1693. ഇതിൻ്റെ ആൻസർ 1697 അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. അടുത്ത ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല. ഓപ്ഷൻ എ ആറ്റിങ്ങൽ, ഓപ്ഷൻ ബി കടക്കാവൂർ, ഓപ്ഷൻ സി കുളച്ചൽ, ഓപ്ഷൻ ഡി അഞ്ചുതെങ്ങ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി അഞ്ചുതെങ്ങ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാലയാണ് അഞ്ചുതെങ്ങ്. അടുത്ത ക്വസ്റ്റ്യൻ, പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം എവിടെയാണ്? ഓപ്ഷൻ എ നിലമ്പൂർ, ഓപ്ഷൻ ബി താന്നിത്തോട്, ഓപ്ഷൻ സി പേരാമ്പ്ര, ഓപ്ഷൻ ഡി അഞ്ചരക്കണ്ടി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി അഞ്ചരക്കണ്ടി. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം എവിടെയാണ്? ഉത്തരം അഞ്ചരക്കണ്ടി. അടുത്ത ക്വസ്റ്റ്യൻ, വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ. ഓപ്ഷൻ എ കേണൽ ലീഗർ, ഓപ്ഷൻ ബി ലഫ്റ്റനൻറ്റ് ഗോർഡൻ, ഓപ്ഷൻ സി തോമസ് ഹാർവേ ബാബർ, ഓപ്ഷൻ ഡി ആർതർ വെല്ലസ്ലി. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ കേണൽ ലീഗർ. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് കേണൽ ലീഗർ. അടുത്ത ക്വസ്റ്റ്യൻ, കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത്. ഓപ്ഷൻ എ ആഗമാനന്ദ സ്വാമി, ഓപ്ഷൻ ബി ബ്രഹ്മാനന്ദ ശിവയോഗി, ഓപ്ഷൻ സി വൈകുണ്ഠ സ്വാമികൾ, ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആഗമാനന്ദ സ്വാമി. കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമികളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഓപ്ഷൻ എ കർണാടക, ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ സി തമിഴ്നാട്, ഓപ്ഷൻ ഡി തെലങ്കാന. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ കർണാടക. കേരളത്തിൻ്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കർണാടക. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആകെ താലൂക്കുകളുടെ എണ്ണം. കേരളത്തിലെ ആകെ താലൂക്കുകളുടെ എണ്ണം. ഓപ്ഷൻ എ 72, ഓപ്ഷൻ ബി 75, ഓപ്ഷൻ സി 78, ഓപ്ഷൻ ഡി 77. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 77. കേരളത്തിൽ ആകെ 77 താലൂക്കുകളാണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വേനൽക്കാലത്തെ ശരാശരി മഴ എത്രയാണ്? വേനൽക്കാലത്തെ ശരാശരി മഴ എത്രയാണ്? ഓപ്ഷൻ എ 30 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ബി 40 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ സി 20 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ഡി 50 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 40 സെൻറ്റിമീറ്റർ. വേനൽക്കാലത്ത് ശരാശരി 40 സെൻറ്റിമീറ്റർ മഴയാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ജൈവസമ്പുഷ്ടമായ മണ്ണിനം ഏതാണ്? ഓപ്ഷൻ എ എക്കൽ മണ്ണ്, ഓപ്ഷൻ ബി ചെങ്കൽ മണ്ണ്, ഓപ്ഷൻ സി കറുത്ത മണ്ണ്, ഓപ്ഷൻ ഡി പർവ്വത മണ്ണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി പർവ്വത മണ്ണ്. ജൈവസമ്പുഷ്ടമായ മണ്ണ് പർവ്വത മണ്ണാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം. ഓപ്ഷൻ എ ചൂളന്നൂർ, ഓപ്ഷൻ ബി തട്ടേക്കാട്, ഓപ്ഷൻ സി മംഗളവനം, ഓപ്ഷൻ ഡി കുമരകം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി തട്ടേക്കാട്. പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട്. അടുത്ത ക്വസ്റ്റ്യൻ, അക്കാമ ചെറിയാൻ്റെ ജനനം. ഓപ്ഷൻ എ തിരുവല്ല, ഓപ്ഷൻ ബി കാഞ്ഞിരപ്പള്ളി, ഓപ്ഷൻ സി ചങ്ങനാശ്ശേരി, ഓപ്ഷൻ ഡി ചെങ്ങന്നൂർ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി കാഞ്ഞിരപ്പള്ളി. അക്കാമ ചെറിയാൻ ജനിച്ചത് കാഞ്ഞിരപ്പള്ളിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആഗമാനന്ദ സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത്. ആഗമാനന്ദ സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത്. ഓപ്ഷൻ എ കാലടി, ഓപ്ഷൻ ബി തിരുവനന്തപുരം, ഓപ്ഷൻ സി പുതുക്കാട്, ഓപ്ഷൻ ഡി തിരുവല്ല. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി പുതുക്കാട്. ആഗമാനന്ദ സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത് പുതുക്കാടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ ഗാന്ധിജി, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി സർദാർ പട്ടേൽ, ഓപ്ഷൻ ഡി കെ കേളപ്പൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഗാന്ധിജി. ഗാന്ധിജിയാണ് അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം. ഓപ്ഷൻ എ തിരുവനന്തപുരം, ഓപ്ഷൻ ബി തൃശ്ശൂർ, ഓപ്ഷൻ സി കൊല്ലം, ഓപ്ഷൻ ഡി കോഴിക്കോട്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി തൃശ്ശൂർ. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം ഏത്? കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം ഏത്? ഓപ്ഷൻ എ കുട്ടനാട്, ഓപ്ഷൻ ബി ചിറ്റൂർ, ഓപ്ഷൻ സി വെങ്ങാനൂർ, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി വെങ്ങാനൂർ. കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം വെങ്ങാനൂരാണ്. ഈ സമരത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? അയ്യങ്കാളിയാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ്. ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ്. ഓപ്ഷൻ എ ബി ഗ്രൂപ്പ്, ഓപ്ഷൻ ബി ഒ ഗ്രൂപ്പ്, ഓപ്ഷൻ സി ബി ഗ്രൂപ്പ്, ഓപ്ഷൻ ഡി എ ഗ്രൂപ്പ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഒ ഗ്രൂപ്പ്. ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പാണ് ഒ ഗ്രൂപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം. ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം. ഓപ്ഷൻ എ സെറിബെല്ലം, ഓപ്ഷൻ ബി തലാമസ്, ഓപ്ഷൻ സി ഹൈപ്പോതലാമസ്, ഓപ്ഷൻ ഡി സെറിബ്രം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി സെറിബെല്ലം. ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗമാണ് സെറിബെല്ലം. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യനിൽ എത്ര തരം പല്ലുകളാണുള്ളത്? മനുഷ്യനിൽ എത്ര തരം പല്ലുകളാണുള്ളത്? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 6. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 4. മനുഷ്യരിൽ 4 തരം പല്ലുകളാണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമാണ്. ഓപ്ഷൻ എ പെരികാർഡിയം, ഓപ്ഷൻ ബി പ്ലൂറ, ഓപ്ഷൻ സി മെനിഞ്ചസ്, ഓപ്ഷൻ ഡി ഡയഫ്രം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി പ്ലൂറ. ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമാണ് പ്ലൂറ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ചലനത്തിൽ പേശിയുടെ നീളം കൂടുകയാണെങ്കിൽ ആ കൺട്രാക്ഷൻ അറിയപ്പെടുന്നത്. ഒരു ചലനത്തിൽ പേശിയുടെ നീളം കൂടുകയാണെങ്കിൽ ആ കൺട്രാക്ഷൻ അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ കോൺസെൻട്രിക്, ഓപ്ഷൻ ബി എസെൻട്രിക്, ഓപ്ഷൻ സി ഐസോടോണിക്, ഓപ്ഷൻ ഡി ഐസോകൈനറ്റിക്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി എസെൻട്രിക്. ഒരു ചലനത്തിൽ പേശിയുടെ നീളം കൂടുകയാണെങ്കിൽ ആ കൺട്രാക്ഷൻ അറിയപ്പെടുന്നത് എസെൻട്രിക്. അടുത്ത ക്വസ്റ്റ്യൻ, പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം. ഓപ്ഷൻ എ തലാമസ്, ഓപ്ഷൻ ബി സെറിബെല്ലം, ഓപ്ഷൻ സി ഹൈപ്പോതലാമസ്, ഓപ്ഷൻ ഡി സെറിബ്രം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി സെറിബെല്ലം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. അടുത്ത ക്വസ്റ്റ്യൻ, സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരായിരുന്നു?
ഓപ്ഷൻ എ വിജയ് ഗോയൽ, ഓപ്ഷൻ ബി ധർമ്മേന്ദ്ര പ്രധാൻ, ഓപ്ഷൻ സി രവിശങ്കർ പ്രസാദ്, ഓപ്ഷൻ ഡി നിർമ്മല സീതാരാമൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി രവിശങ്കർ പ്രസാദ്. സഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് രവിശങ്കർ പ്രസാദാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം. ഓപ്ഷൻ എ സഹാറ മരുഭൂമി, ഓപ്ഷൻ ബി ആമസോൺ മഴക്കാടുകൾ, ഓപ്ഷൻ സി ധ്രുവപ്രദേശം, ഓപ്ഷൻ ഡി കോണിഫറസ് വനങ്ങൾ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആമസോൺ മഴക്കാടുകൾ. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ആമസോൺ മഴക്കാടുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ. ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ. ഓപ്ഷൻ എ വിറ്റാമിൻ കെ, ഓപ്ഷൻ ബി വിറ്റാമിൻ ബി, ഓപ്ഷൻ സി വിറ്റാമിൻ സി, ഓപ്ഷൻ ഡി വിറ്റാമിൻ എ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി വിറ്റാമിൻ സി. ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യം വേണ്ട ജീവകം. രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യം വേണ്ട ജീവകം. ഓപ്ഷൻ എ ജീവകം കെ, ഓപ്ഷൻ ബി ജീവകം ഡി, ഓപ്ഷൻ സി ജീവകം ബി, ഓപ്ഷൻ ഡി ജീവകം ഇ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ജീവകം ബി. രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യം വേണ്ട ജീവകമാണ് ജീവകം ബി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതിൻ്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത്. താഴെ പറയുന്നവയിൽ ഏതിൻ്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത്. ഓപ്ഷൻ എ ഡ്യൂട്ടീരിയം, ഓപ്ഷൻ ബി ട്രിഷ്യം, ഓപ്ഷൻ സി പ്രോട്ടിയം, ഓപ്ഷൻ ഡി ഹീലിയം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി പ്രോട്ടിയം. താഴെ പറയുന്നവയിൽ ഏതിൻ്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത്. ആൻസർ ഓപ്ഷൻ സി പ്രോട്ടിയം. അടുത്ത ക്വസ്റ്റ്യൻ, കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 8, ഓപ്ഷൻ സി 18, ഓപ്ഷൻ ഡി 32. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ 2. കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിൻ്റെ പ്രതലബലം. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിൻ്റെ പ്രതലബലം. ഓപ്ഷൻ എ കൂടും, ഓപ്ഷൻ ബി കുറയും, ഓപ്ഷൻ സി മാറ്റം സംഭവിക്കുന്നില്ല, ഓപ്ഷൻ ഡി ആദ്യം കൂടുകയും പിന്നെ കുറയുകയും ചെയ്യുന്നു. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി കുറയും. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിൻ്റെ പ്രതലബലം കുറയും. അടുത്ത ക്വസ്റ്റ്യൻ, മെൻഡലിയഫിൻ്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. മെൻഡലിയഫിൻ്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ, ഓപ്ഷൻ ബി അറ്റോമിക നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിൽ, ഓപ്ഷൻ സി അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ, ഓപ്ഷൻ ഡി അറ്റോമിക നമ്പറിൻ്റെ അവരോഹണ ക്രമത്തിൽ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ. മെൻഡലിയഫിൻ്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകം. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകം. ഓപ്ഷൻ എ ഹൈഡ്രജൻ, ഓപ്ഷൻ ബി നൈട്രജൻ, ഓപ്ഷൻ സി ഓക്സിജൻ, ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഓക്സിജൻ. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകമാണ് ഓക്സിജൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഊർജത്തിൻ്റെ CGS യൂണിറ്റ് ഏത്. ഊർജത്തിൻ്റെ CGS യൂണിറ്റ് ഏത്. ഓപ്ഷൻ എ എർഗ്, ഓപ്ഷൻ ബി വാട്ട്, ഓപ്ഷൻ സി കിലോഗ്രാം പെർ മണിക്കൂർ, ഓപ്ഷൻ ഡി ന്യൂട്ടൺ മീറ്റർ. ഊർജത്തിൻ്റെ CGS യൂണിറ്റ്. ഉത്തരം എർഗ്. എർഗാണ് ഊർജത്തിൻ്റെ CGS യൂണിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഉരുളൽ കർഷണം നിരങ്ങൽ കർഷണത്തേക്കാൾ ഓപ്ഷൻ എ കുറവായിരിക്കും, ഓപ്ഷൻ ബി കൂടുതലായിരിക്കും, ഓപ്ഷൻ സി വ്യത്യസ്തമായിരിക്കും, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഇതിൻ്റെ ആൻസർ കുറവായിരിക്കും. ഉരുളൽ കർഷണം നിരങ്ങൽ കർഷണത്തേക്കാൾ കുറവായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് ഓപ്ഷൻ എ ഭാരം, ഓപ്ഷൻ ബി പിണ്ഡം, ഓപ്ഷൻ സി ആകർഷണബലം, ഓപ്ഷൻ ഡി ഭൂഗുരുത്വ ബലം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി പിണ്ഡം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെ പിണ്ഡമെന്ന് പറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യനിൽ നിന്ന് പ്രകാശത്തിന് ഭൂമിയിലെത്താൻ ഡാഷ് സമയം മതിയാകും. ഓപ്ഷൻ എ 10 മിനിറ്റ്, ഓപ്ഷൻ ബി 12 മിനിറ്റ്, ഓപ്ഷൻ സി 5 മിനിറ്റ്, ഓപ്ഷൻ ഡി 8.2 മിനിറ്റ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 8.2 മിനിറ്റ്. സൂര്യനിൽ നിന്ന് പ്രകാശത്തിന് ഭൂമിയിലെത്താൻ 8.2 മിനിറ്റ് സമയം മതിയാകും.
അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ്. ഓപ്ഷൻ എ മീറ്റർ, ഓപ്ഷൻ ബി സെക്കൻഡ്, ഓപ്ഷൻ സി മീറ്റർ പെർ സെക്കൻഡ്, ഓപ്ഷൻ ഡി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ മീറ്റർ. സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റാണ് മീറ്റർ. ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞു. താങ്ക് യു.